ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ഇംഗ്ലീഷ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നമ്മളെല്ലാ ആളുകളും കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഫാമിലി റിലേഷൻഷിപ്പ് നെയിംസ് ഒക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം. ഇതിൽ പലതും നമുക്ക് അറിയുന്നത് തന്നെയാണ്, എന്നാൽ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന പല പേരുകളും ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഫാമിലി റിലേഷൻഷിപ്പ് നെയിംസ് ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫാമിലി റിലേഷൻഷിപ്പ് നെയിംസ് ഒക്കെ എങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ തുടങ്ങുന്നത് തന്നെ നമ്മൾ പാരൻസ് എന്ന് പറഞ്ഞിട്ടാണ്. പാരൻസ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ, അച്ഛനും അമ്മയും ഉൾക്കൊള്ളുന്നതാണ് പാരൻസ് എന്ന് വിളിക്കുന്നത്. അത് ആരുടെയാണെങ്കിലും. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് നമുക്കറിയുന്നത് തന്നെയാണ് ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, മുത്തശ്ശൻ, മുത്തശ്ശി. അത് അച്ഛൻ്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും അവരുടെ മാതാപിതാക്കളെയാണ് നമ്മൾ മുത്തശ്ശനാണെങ്കിൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറയും, മുത്തശ്ശിയാണെങ്കിൽ ഗ്രാൻഡ് മദർ എന്ന് പറയും. അവർ ഒരുമിച്ച് നമ്മൾ പറയുന്നത് ഗ്രാൻഡ് പാരൻസ് എന്നാണ്. എന്നാൽ പല ആളുകൾക്കും ഒരു സംശയം ഉണ്ടാകും, നമ്മുടെ മുത്തശ്ശൻ്റെയോ മുത്തശ്ശിയുടെയോ മാതാപിതാക്കൾ അവരുടെ അച്ഛനോ അമ്മയൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെന്താണ് വിളിക്കുക? വളരെ സിമ്പിളാണ്, ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസ് എന്നാണ് വിളിക്കുക. ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസ്. നമ്മുടെ മുത്തശ്ശൻ്റെ അച്ഛൻ, മുത്തശ്ശൻ്റെ അമ്മ, മുത്തശ്ശിയുടെ അമ്മ, മുത്തശ്ശിയുടെ അച്ഛൻ, ഇവർ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസ്. ഇനി സെപ്പറേറ്റ് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്നോ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ എന്നോ നമുക്ക് വിളിക്കാൻ പറ്റും. ആ ഗ്രേറ്റ് എന്നുള്ള വേർഡ് അതിന് മുമ്പ് ചേർത്താൽ മുത്തശ്ശിയുടെ മാതാപിതാക്കളും മുത്തശ്ശൻ്റെ മാതാപിതാക്കളെയും സൂചിപ്പിക്കുന്ന വേർഡായി. ഇനി അതുപോലെ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സംശയമുള്ള മറ്റൊരു രീതിയാണ് നമ്മുടെ അച്ഛൻ്റെ അനിയൻ, അമ്മയുടെ അനിയൻ, അച്ഛൻ്റെ സഹോദരി, അമ്മയുടെ സഹോദരി. ഇവരെ നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്ന പേര് അങ്കിൾ ആൻഡ് ഓണ്ട് എന്നാണ്. അങ്കിൾ, ഓൺ. പക്ഷേ ഇത് നമ്മൾ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് എൻ്റെ അങ്കിളാണ്, എൻ്റെ ഓണ്ട് ആണെന്ന് പറയുന്നതിന് പകരം ഇത് അമ്മയുടെ അനിയനാണോ അച്ഛൻ്റെ അനിയനാണോ എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കുന്ന സമയത്താണ് നമുക്കിത് പറയേണ്ടി വരിക. അപ്പോൾ അച്ഛൻ്റെ സഹോദരനാണെങ്കിൽ പാറ്റേണൽ അങ്കിൾ എന്നാണ് പറയുന്നത്, അമ്മയുടെ സഹോദരനാണെങ്കിൽ മാറ്റേണൽ അങ്കിൾ. ഇനി അച്ഛൻ്റെ സഹോദരിയാണെങ്കിൽ പാറ്റേണൽ ഓണ്ട്, അമ്മയുടെ സഹോദരിയാണെങ്കിൽ മറ്റേണൽ ഓണ്ട് എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ കൺഫ്യൂഷൻ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ സഹോദരനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. സഹോദരൻ നമ്മുടെ മൂത്ത സഹോദരനാണ്, അതുപോലെ തന്നെ ഇളയ സഹോദരനും ഉണ്ട്. അപ്പം മൂത്ത സഹോദരൻ നമ്മൾ വിളിക്കുന്നത് എൽഡർ ബ്രദർ എന്നാണ്. മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് മൂത്ത സഹോദരനെ എൽഡർ ബ്രദർ എന്നാണ് പരിചയപ്പെടുത്തേണ്ടത്, മൂത്ത സഹോദരൻ. ഇനി നമ്മുടെ ഇളയ സഹോദരനാണെങ്കിൽ യങ്ങർ ബ്രദർ എന്നാണ് നമ്മൾ പറയുന്നത്, ഇളയ സഹോദരൻ, യങ്ങർ ബ്രദർ. ഇനി അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ നമ്മുടെ സഹോദരൻ്റെ ഭാര്യ, നമ്മുടെ സഹോദരൻ്റെ ഭാര്യ, അത് മൂത്ത സഹോദരനോ ഇളയ സഹോദരനാവട്ടെ, നമ്മുടെ സഹോദരൻ്റെ ഭാര്യയെ നമ്മൾ സിസ്റ്റർ ഇൻ ലോ എന്നാണ് വിളിക്കുന്നത്, സിസ്റ്റർ ഇൻ ലോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മുടെ സഹോദരിയുടെ ഭർത്താവ്, നമ്മൾ അളിയൻ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് അല്ലേ, സഹോദരിയുടെ ഭർത്താവിനെ നമ്മൾ ബ്രദർ ഇൻ ലോ എന്നാണ് വിളിക്കുന്നത്. തിരിച്ച് നമ്മൾ വിവാഹം കഴിച്ചിട്ട് നമ്മുടെ ഭാര്യയുടെ സഹോദരനെയും നമ്മൾ ബ്രദർ ഇൻ ലോ എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭാര്യയുടെ സഹോദരിയെ നമ്മൾ സിസ്റ്റർ ഇൻ ലോ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഇത് എല്ലാത്തിനും നമ്മൾ ബ്രദർ ഇൻ ലോ ആൻഡ് സിസ്റ്റർ ഇൻ ലോ എന്ന് തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാൻ ആഗ്രഹമുള്ള മറ്റൊരു പേരാണ് നമ്മുടെ സഹോദരൻ്റെ ഒക്കെ മക്കളെ നമ്മൾ എന്താ വിളിക്കുക? വളരെ സിമ്പിളാണ്. സഹോദരിയുടെ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ നെഫ്യൂ എന്ന് വിളിക്കും, പെൺകുട്ടിയാണെങ്കിൽ നീസ് എന്ന് വിളിക്കും. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പേരിങ്ങനെയാണ് നമ്മൾ അമ്മായി അച്ഛൻ, അതായത് ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അച്ഛൻ. അവരെ നമ്മൾ പൊതുവെ വിളിക്കുന്നത് അച്ഛനാണെങ്കിൽ ഫാദർ ഇൻ ലോ എന്നാണ് വിളിക്കുന്നത്, അമ്മയാണെങ്കിൽ മദർ ഇൻ ലോ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഒരാളുടെ ഭാര്യയുടെ അമ്മ മദർ ഇൻ ലോ, ഭാര്യയുടെ അച്ഛൻ ഫാദർ ഇൻ ലോ, ഒരാളുടെ ഭർത്താവിൻ്റെ അച്ഛൻ അമ്മ ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ. അപ്പോൾ ഇങ്ങനെയാണ് അവരെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ സഹോദരന്മാരുടെയോ സഹോദരിമാരുടെയൊക്കെ മക്കളെ നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്ന പേര് കസിൻ എന്നാണ്. കസിൻസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട് അല്ലേ. നമ്മുടെ അച്ഛൻ്റെ അനിയൻ്റെ മകൻ കസിനാണ്, അമ്മയുടെ സഹോദരൻ്റെ മകൻ കസിനാണ്. മകളാണെങ്കിലും മകനാണെങ്കിലും നമ്മൾ ഒരുപോലെ കസിൻസ് എന്നാണ് അവരെ വിളിക്കുന്നത്, സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരാളുടെ പേരക്കുട്ടി, മുത്തശ്ശൻ തൻ്റെ മകൻ്റെ മകനെയോ മകളെയോ വിളിക്കുന്നത് ഗ്രാൻഡ് ഡോട്ടർ, ഗ്രാൻഡ് സൺ എന്നാണ്. അപ്പോൾ പേരക്കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ഗ്രാൻഡ് സൺ എന്ന് വിളിക്കും, പെൺകുട്ടിയാണെങ്കിൽ ഗ്രാൻഡ് ഡോട്ടർ എന്നും വിളിക്കാറുണ്ട്. ഇനി അതുപോലെ തന്നെ എല്ലാവർക്കും കൺഫ്യൂഷനുള്ള മറ്റൊരു പേരാണ് നമ്മുടെ മുത്തശ്ശൻ്റെ സഹോദരനെ നമ്മൾ എന്താ വിളിക്കുക?
അച്ഛൻ്റെ സഹോദരൻ നമ്മൾ അങ്കിൾ എന്ന് വിളിക്കും. പക്ഷേ മുത്തശ്ശൻ്റെ സഹോദരനോ സഹോദരിയൊക്കെ എന്താ വിളിക്കുക? സിമ്പിളാണ്. ഇങ്ങനെയാണത് വിളിക്കുന്നത്. ഗ്രാൻഡ് അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. ഗ്രാൻഡ് അങ്കിൾ, മുത്തശ്ശൻ്റെ സഹോദരൻ. അതുപോലെ മുത്തശ്ശൻ്റെ സഹോദരിയാണെങ്കിൽ ഗ്രാൻഡ് ആണ്ട് എന്ന് വിളിക്കും. അതുപോലെ തന്നെയാണ് മുത്തശ്ശിയുടെ സഹോദരനും സഹോദരിയാണെങ്കിലും ഇത് തന്നെയാണ് നമ്മൾ വിളിക്കുന്നത് ഗ്രാൻഡ് അങ്കിൾ, അതുപോലെ തന്നെ ഗ്രാൻഡ് ആണ്ട് എന്നാണ് വിളിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചു, അമ്മയാണ് അവനെ വളർത്തുന്നത്. ആ സമയത്ത് അമ്മയുടെ വിവാഹം കഴിഞ്ഞ് അമ്മയുടെ പുതിയ ഭർത്താവ്, അവൻ അച്ഛനെ പോലെ തന്നെയാണ് ഇദ്ദേഹത്തെ കാണുന്നത്, പക്ഷെ അത് നേരിട്ടുള്ള അച്ഛനല്ല. അത്തരത്തിലാണെങ്കിൽ ഫാദർ എന്നാണ് വിളിക്കുന്നത്. ഇനി അത്തരത്തിലുള്ള ഒരു അമ്മയാണ്, നമ്മളെ വളർത്തിയ അമ്മയാണെങ്കിൽ സ്റ്റെപ്പ് മദർ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ഫാദർ, സ്റ്റെപ്പ് മദർ. ഇനി രണ്ടുപേരെയും ഒരുമിച്ച് വിളിക്കുന്ന പേര് സ്റ്റെപ്പ് പാരൻസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പ് നെയിംസ് എന്ന് പറയുന്നത്. വളരെ അത്യാവശ്യമായ, നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്ന കുറേ റിലേഷൻഷിപ്പ് നെയിംസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനിയും കൂടുതലൊക്കെ ഉണ്ടാവാം, പക്ഷേ വളരെ പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതൊക്കെ തന്നെയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.